എല്ലാവർക്കും നാച്ചുറൽ ബ്ലോസത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുക്കളയിൽ പ്രയോജനകരമായ കുറച്ച് ടിപ്സ് ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. തക്കാളി, ബദാം എന്നിവയുടെ തൊലി പെട്ടെന്ന് മാറിക്കിട്ടാനായി തിളച്ച വെള്ളത്തിൽ ഇട്ട് വെക്കുക. തൊലി പെട്ടെന്ന് തന്നെ മാറ്റാൻ സാധിക്കും. ദോശമാവ് പെട്ടെന്ന് പുളിച്ചു കിട്ടാൻ 1 സ്പൂൺ തൈര് ചേർത്താൽ മതി. ചേനയും ചേമ്പും അരിയുമ്പോൾ ചൊറിച്ചിൽ ഉണ്ടാവാതിരിക്കാൻ കൈകളിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയതിനു ശേഷം അരിയുക. ചൊറിച്ചിൽ മാറിക്കിട്ടും. തേൻ ഒറിജിനൽ ആണോ എന്നറിയാനായി അത് ഫ്രിഡ്ജിൽ വെക്കുക. ഇത് കട്ടിയായിട്ടില്ലെങ്കിൽ അത് ഒറിജിനൽ ആണ് എന്ന് മനസ്സിലാക്കാം. ദോശമാവിന് പുളി കൂടി പോയാൽ അല്പം റവ ചേർത്താൽ പുളി മാറിക്കിട്ടും. കാബേജ് അല്പം നാരങ്ങാ നീര് ചേർത്ത് വേവിച്ചാൽ മണം മാറിക്കിട്ടും. തൈര് കൂടുതൽ പുളിക്കാതിരിക്കാൻ തേങ്ങാക്കൊത്ത് ഈ മാവിൽ ഇട്ട് വെച്ചാൽ മതി. ഉപ്പിൽ കുറച്ച് അരിമണികൾ ഇട്ട് വെക്കുകയാണെങ്കിൽ ഉപ്പ് കട്ട പിടിക്കില്ല. സവാള മുറിച്ച് ദോശക്കല്ലിൽ തടവിയാൽ ദോശ ഒട്ടിപ്പിടിക്കില്ല. ഉഴുന്നുവടയ്ക്കുള്ള മാവിൽ വെള്ളം കൂടിപ്പോയാൽ അല്പം അവലരച്ച് ചേർത്താൽ മതി. പാവയ്ക്ക കയ്പ് കുറയ്ക്കാൻ ഒപ്പം ബീട്രൂട്ടോ അല്ലെങ്കിൽ ഉള്ളിയോ ചേർത്താൽ മതി. കട്ടിംഗ് ബോർഡ് വൃത്തിയാക്കാനായി ഒരു ചെറുനാരങ്ങ മുറിച്ച് കട്ടിംഗ് ബോർഡിൽ റബ്ബ് ചെയ്യുക. ശേഷം ഒരു തുണി ഉപയോഗിച്ച് തുടയ്ക്കുക. ബേക്കിംഗ് സോഡയും നാരങ്ങ നീരും ചേർത്ത് സിങ്കിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞ് കഴുകിയാൽ സിങ്കിന് നല്ല തിളക്കം കിട്ടും. ചായ ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് വനില എസൻസ് ചേർക്കുകയാണെങ്കിൽ ചായയ്ക്ക് ഒരു പ്രത്യേക മണവും രുചിയും കിട്ടും. പച്ചക്കറികൾ കഴുകുമ്പോൾ അത് അരമണിക്കൂറെങ്കിലും വിനാഗിരിയിലോ അല്ലെങ്കിൽ പുളിവെള്ളത്തിലോ ഇട്ട് വെച്ചതിന് ശേഷം കഴുകിയാൽ പച്ചക്കറികളിലെ വിഷാംശം ഇല്ലാതാക്കാം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്ത് തന്നെയുള്ള ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.